ഡോക്ടർ അൽത്താഫ്, നമുക്ക് ഇപ്പോൾ 2018 ഈ രോഗം വരുന്ന സമയത്ത് എന്താണ് ഈ രോഗമെന്ന്, എങ്ങനെയാണ് ഇതിനെ ചെറുക്കേണ്ടത് എന്ന്, ഏതു തരത്തിലാണ് ഈ സമ്പർക്ക പട്ടിക എന്നൊക്കെ നമ്മൾ പേര് കേട്ട് തുടങ്ങുന്നതെന്ന് ആദ്യമാണ് അല്ലേ. അപ്പോൾ ഒരു ഒന്നുമില്ലായ്മയിൽ നിന്നുള്ള തയ്യാറെടുപ്പായിരുന്നു ഈ സംവിധാനത്തെ, ഈ ഒരു ചെയിനിനെ കൃത്യമായി എങ്ങനെയാണ് ചലിപ്പിക്കേണ്ടത് എന്നൊക്കെയുള്ളത്. പക്ഷെ ഇപ്പോൾ നമുക്ക് അറിയാം ഏറെക്കുറെ. അതിനുശേഷം കോവിഡ് വന്നു, ലോകവ്യാപകമായ മാനദണ്ഡങ്ങളുണ്ടായി, അങ്ങനെ പലതുമുണ്ട്. ഇതിൽ ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, ആരിലാണോ ആദ്യം ഉണ്ടാകുന്നത് എന്ന് നമ്മൾ അറിയുന്നത് അവരെ നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ്. അത് തുടർച്ചയായി സംഭവിക്കുന്നുണ്ട്. അവിടെയാണ് നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയാതെ പോകുന്നത്. അതെ, ഇതിൽ ഇപ്പോൾ കേരളത്തിലെ ഔട്ട് ബ്രേക്കിൽ നേരത്തെയും അത് പറഞ്ഞ ഒരു പോയിന്റും കൂടെ അതിൽ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതുണ്ടെന്ന് തോന്നുന്നു. കാരണം നമുക്കിപ്പം ഇതുവരെ 5 ഔട്ട് ബ്രേക്കുകളുണ്ടായി. ഇതിൽ ആദ്യത്തെ ഔട്ട് ബ്രേക്കിൽ പ്രോബബിൾ കേസ് ഉൾപ്പെടെ 23 കേസും 21 ഡെത്തും ഉണ്ടായിരുന്നു. അതിനുശേഷം 2019 ഒരു കേസ് ഉണ്ടായിരുന്നുള്ളൂ, അത് സർവൈവ് ചെയ്തു. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ മരണപ്പെടുകയല്ല ഉണ്ടായത്, സർവൈവ് ചെയ്തു. പിന്നീട് 2021 ഉണ്ടായത്, അതും ഒരു കേസ് ഉണ്ടായിരുന്നു, അത് പക്ഷേ നിർഭാഗ്യവശാൽ മരണപ്പെട്ടു. പിന്നെ 2023 6 കേസുകളുണ്ടായിരുന്നു, അതിൽ 2 പേരും. അതായത് 2018 ഒരു മരണം, അതിനിടയ്ക്ക് ഒരാൾ സർവൈവ് ചെയ്തു. 2018 നമുക്ക് ആകെ 23 കേസ് ഉണ്ടായിരുന്നു. അതിൽ ഈ ലാബ് കൺഫർമേഷൻ PCR ചെയ്തതിൻ്റെയാണ് ഈ 17 18 ഒക്കെ പറയുന്നത്. അതർവൈസ് പ്രോബബിൾ സാധാരണ നമ്മൾ നിപ്പയുടെ കണക്ക് പറയുമ്പം ലോകവ്യാപകമായിട്ട് ഇപ്പോൾ ഈ 700 കേസ് എന്ന് ഞാൻ ആദ്യം പറഞ്ഞത് 26 വർഷം കൊണ്ട് അത് പ്രോബബിൾ കേസും കൂടെ ചേർത്തിട്ടുള്ളതാണ് പറയുന്നത്. സാധാരണ മലേഷ്യയിൽ തന്നെയുള്ള ഇപ്പോൾ 250 കേസിൽ നമ്മൾ മുഴുവൻ ഇത് കേസ് ടെസ്റ്റ് ചെയ്തിട്ടില്ല അത് പറയുന്നത്. അപ്പോൾ അത് പ്രോബബിൾ കേസ് എന്ന് പറഞ്ഞാൽ സാധാരണ നമുക്ക് ടെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ മരണപ്പെട്ടു പോകുന്ന എപ്പിഡമിയോളജിക്കലി ലിങ്ക്ഡ് ആയിട്ടുള്ള കേസുകളെല്ലാം തന്നെ നമുക്ക് പ്രോബബിൾ ആ കേസ് തന്നെയായിട്ട് കൺസിഡർ ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് നിപ്പയെക്കുറിച്ചുള്ള ഔദ്യോഗികമായിട്ടുള്ള എല്ലാ ലോകാരോഗ്യ സംഘടന ഉൾപ്പെടെയുള്ള എല്ലാ റിപ്പോർട്ടിങ്ങിലും നമ്മൾ അങ്ങനെ ആ രീതിയിലുള്ള കണക്ക് പറയുന്നത്. അപ്പം കാരണം ഇപ്പോൾ തന്നെ ആദ്യത്തെ കേസ് ഇൻഡെക്സ് പ്രൈമറി കേസ് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ അത് നിപ്പയായിരുന്നു. അതിൽ നിന്നായിരുന്നു 19 പേർക്ക് ബാധിച്ചതും പിന്നീട് മറ്റ് 3 പേർക്ക് അതിൽ നിന്ന് ബാധിച്ചു. അങ്ങനെ എനിവേ നമുക്ക് 2019 ഒരു കേസ് ഉണ്ടായിരുന്നുള്ളൂ, അത് സർവൈവ് ചെയ്തു. 2021 ഒരു കേസ് ഉണ്ടായിരുന്നുള്ളൂ, അത് മരണപ്പെടുകയുണ്ടായി. പക്ഷേ അതിലൊരു വ്യത്യാസമുള്ളത്, 20 മുതൽ നമുക്ക് കോവിഡ് പ്രോട്ടോക്കോൾ ഉണ്ട്. എല്ലാ ആശുപത്രികളിലും ആ രീതിയിലുള്ള കർശനമായിട്ടുള്ള അണുബാധ നിയന്ത്രണ സംവിധാനങ്ങളുണ്ട്. പക്ഷേ അതിനു മുമ്പ് ഇപ്പോൾ ഈ 2018 കേസ് നോക്കിക്കഴിഞ്ഞാൽ 23 കേസിൽ ഒരാൾക്ക് മാത്രമേ പ്രകൃതിയിൽ നിന്ന് ബാധിച്ചിട്ടുള്ളൂ, അത് വവ്വാലിൽ നിന്നോ എങ്ങനെയാണെങ്കിലും. ബാക്കിയുള്ള 22 പേർക്കും വന്നിരിക്കുന്നത് ഈ ആദ്യ കേസിൽ നിന്ന് പകർന്ന രീതിയിൽ, അതും ആശുപത്രിക്കുള്ളിൽ വെച്ച് ഉള്ള ട്രാൻസ്മിഷനാണ് നടന്നത്, ഇൻ ഹോസ്പിറ്റൽ ട്രാൻസ്മിഷൻ. അപ്പോൾ നമ്മുടെ ആശുപത്രികളിലെ അണുബാധ സംവിധാനം, നിയന്ത്രണ സംവിധാനം കാര്യക്ഷമമാക്കുക എന്നുള്ളതാണ് അത് നൽകിയ പാഠം. പിന്നെ അതുപോലെ തന്നെ ഇപ്പം മറ്റ് കേസ് കഴിഞ്ഞ വർഷവും തന്നെ നമുക്ക് അത് 6 കേസുകൾ ചുരുക്കാൻ കഴിഞ്ഞു. ഈ വർഷത്തെ ഇതിപ്പം ഭാഗ്യം നമ്മെ രക്ഷിക്കട്ടെ എന്ന് നമുക്ക് കരുതാം. എന്തായാലും കൂടുതൽ വ്യാപിക്കാത്ത രീതിയിൽ എന്തായാലും ഈ ആശുപത്രി അണുബാധ നിയന്ത്രണ സംവിധാനം ഈ കോവിഡാനന്തര കാലത്ത് എല്ലാ ആശുപത്രികളിലും കാര്യക്ഷമമായിട്ട് അത് പാലിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ കൂടുതൽ വ്യാപിക്കാനുള്ള സാധ്യത ഇല്ല എന്നുള്ളതാണ്. ഡോക്ടർ അൽത്താഫ്, ഇപ്പോൾ നമ്മൾ ഈ ആരോഗ്യരംഗത്തൊക്കെ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ ഈ സിസ്റ്റത്തെ വളരെ പോസിറ്റീവായിട്ട് നോക്കുമ്പോൾ നമുക്ക് നമ്മളുടെ മുൻകരുതലുകൾ കൊണ്ട്, നമ്മുടെ സൗകര്യങ്ങൾ കൊണ്ട്, അങ്ങനെയാണ് നമുക്ക് അതിനെ അതിജീവിക്കേണ്ടത്. നമുക്ക് ഭാഗ്യം കൊണ്ട് അതിജീവിക്കാം എന്ന് പ്രതീക്ഷ. അല്ല, തീർച്ചയായിട്ടും അല്ല, ഞാനത് പറയുന്നത് കാരണം ഇതിൽ ചില കാര്യങ്ങളുണ്ട്. ഇപ്പം ഇതിൽ ഈ രോഗം മറ്റുള്ളവരിലേക്ക് പകരുന്ന ഒരു സാഹചര്യം, ഇത് ഒരു ടെർമിനലി ഇല്ലാകുന്ന സാഹചര്യത്തിലാണ് കൂടുതൽ ഇത് പകർച്ച കാണുന്നത്. അപ്പോൾ ആ ടെർമിനലി ഇല്ലാകുന്ന സാഹചര്യത്തിൽ സാധാരണഗതിയിൽ അവർ ജനങ്ങളുടെ മധ്യത്തിലോ ഒന്നും ആയിരിക്കില്ല, ഒരു കമ്മ്യൂണിറ്റി ട്രാൻസ്മിഷനുള്ള സാധ്യത ഒരിക്കലുമില്ല. അത് ആശുപത്രിക്കുള്ളിലായിരിക്കും. അപ്പോൾ ആശുപത്രിക്കുള്ളിൽ സാധാരണഗതിയിൽ നമ്മൾ അണുബാധ നിയന്ത്രണ സംവിധാനം എല്ലാം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ രോഗപകർച്ച ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഡോക്ടർ, ഇപ്പോൾ മെയ് മുതൽ ജൂൺ ജൂലൈ മാസങ്ങളൊക്കെയാണ് ഈ പറയുന്ന വവ്വാലുകളുടെ പ്രജനന കേന്ദ്ര കാലവുമൊക്കെയായി ബന്ധപ്പെട്ട്. ആ സമയത്ത് ഇത്തരമുള്ള രോഗലക്ഷണങ്ങളെ നമ്മുടെ സിസ്റ്റം കുറച്ചുകൂടി ഗൗരവത്തോടെ കാണണ്ടേ? ഇപ്പോൾ ഒരു ആശുപത്രിയിലേക്ക് ഒരു കുട്ടി എത്തുന്നു, അല്ലെങ്കിൽ ഒരു രോഗി എത്തുന്നു, ഇന്ന ലക്ഷണങ്ങളാണുള്ളത്. ഇപ്പോൾ ചെള്ളുപനിയുടേതായിട്ടുള്ള ലക്ഷണങ്ങളുണ്ട്, തലകറക്കമുണ്ട്, കടുത്ത പനിയുണ്ട്, ശരീരവേദനയുണ്ട് ഒക്കെ പറയുമ്പോൾ ഈ സമയമാണ്, ആ മേഖലയാണ്, അവിടെ കുറച്ചുകൂടി അലേർട്ടായിരിക്കണ്ടേ? തീർച്ചയായിട്ടും നമ്മുടെ രോഗനിരീക്ഷണ സംവിധാനം നേരത്തെ ചർച്ചയിലൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ കുറെ കൂടെ നമ്മൾക്ക് കുറച്ചുകൂടെ ഇനി ശക്തിപ്പെടുത്തേണ്ടതുണ്ടാവും. കാരണം ഇപ്പോൾ തന്നെ പുതിയതായിട്ട് വരുന്ന മിക്കവാറും എല്ലാ പുതിയ എമർജിങ് ഇൻഫെക്ഷൻസ് എല്ലാം തന്നെ നമുക്ക് കേരളത്തിൽ വരുന്നൊരു സാഹചര്യമുണ്ട്. ഇപ്പോൾ സിക്ക ആണെങ്കിലും കുരങ്ങുപനിയും ബാക്കി എല്ലാം ഓൾമോസ്റ്റ് H1N1 എല്ലാവിധ ഈ ലോകത്ത് എവിടെ റിപ്പോർട്ട് ചെയ്യുന്ന മെഴ്സോ അല്ലെങ്കിൽ യെല്ലോ ഫീവർ ഇങ്ങനെയുള്ള അപൂർവം ചില രോഗങ്ങൾ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാം നമുക്കിവിടെ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യമുണ്ട്. അതിന് വ്യത്യസ്തമായ കാരണങ്ങളുണ്ട്. നമുക്ക് കാലാവസ്ഥയിൽ വരുന്ന വ്യത്യാസമുണ്ട്. ഈ പോപ്പുലേഷൻ മൈഗ്രേഷൻ, നമ്മുടെ ഒരുപാട് ഇങ്ങനെ പ്രവാസികൾ ഡയസ്പോറ ഇങ്ങനെ പോകുന്നു, അതുപോലെ തിരിച്ച് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഇവിടെ തൊഴിലാളികൾ
ആളുകൾ എത്തുന്നു. ഇങ്ങനെ ഈ രീതിയിലുള്ള ഒരു പോപ്പുലേഷൻ മൈഗ്രേഷൻ ഒരു പ്രധാന കാരണമാണ്. കാലാവസ്ഥയിൽ വരുന്ന മാറ്റം പ്രശ്നമുണ്ട്. അതുപോലെ വനനശീകരണം ഒരു പ്രധാന പ്രശ്നമുണ്ട്. വന്യജീവികളുമായിട്ടുള്ള മനുഷ്യൻ്റെ ഇൻട്രാക്ഷൻ അതൊരു പ്രശ്നമുണ്ട്. കാരണം സൂണോട്ടിക് ഇൻഫെക്ഷൻസ് ആണ് മോസ്റ്റ്ലി ഇത് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ അശാസ്ത്രീയമായിട്ടുള്ള ഈ നഗരവൽക്കരണം ലോകത്തെല്ലായിടത്തും തന്നെ ഇത് തന്നെയാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. അതിപ്പം ഡെങ്കിയുടെ കാര്യത്തിലാണെങ്കിലും ചിക്കൻ ഗുനിയ ആണെങ്കിലും സിക്ക വൈറസ് ആണെങ്കിലും അതുപോലെ തന്നെ ഈ ഇതുപോലത്തെ രോഗങ്ങളുടെ ഒക്കെ തന്നെ ഒരു പ്രധാന കാരണങ്ങൾ ഞാൻ ഈ പറഞ്ഞ കാരണങ്ങളൊക്കെ തന്നെയാണ്. ഇതിപ്പോൾ ഇന്ന് നമ്മുടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞൊരു കാര്യമെന്ന് പറയുന്നത് ലോകത്തെവിടെയും റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഏറ്റവും മാരകമായ ഇത്തരം പകർച്ചവ്യാധികളെല്ലാം കേരളത്തിലുണ്ടാകുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ രാഷ്ട്രീയം നമ്മൾ ഈ ചർച്ചകളിൽ പരമാവധി ഒഴിവാക്കുകയാണ്. എന്നിരുന്നാലും ഇപ്പോൾ ഡോക്ടർ പറഞ്ഞത് തുടർച്ചയായിട്ട് ഞാൻ പറയുകയാണ്, അതിൻ്റെ കാരണങ്ങൾ പലതാണ് എങ്കിലും അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ഇത് ആവർത്തിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ സിസ്റ്റം അതിനെ പ്രതിരോധിക്കാൻ തീർച്ചയായിട്ടും നാം അതിന് എക്യുപ്ഡ് ആവുക എന്നുള്ളതാണ് ഇതിനുള്ള മറുപടി. നമുക്ക് ഇതിനകത്ത് ഇപ്പം നമ്മളിതെല്ലാം പറയുമ്പോൾ തന്നെ സിംഗപ്പൂർ കഴിഞ്ഞ 6-7 ഡെക്കേഡ്സ് ആയിട്ട് അവർ ഡെങ്കിക്കെതിരെ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ എന്നിട്ടും ഇപ്പോഴും അവർക്ക് പൂർണ്ണമായിട്ട് നിർമ്മാർജ്ജനം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അതുപോലെ ഇപ്പോൾ US കഴിഞ്ഞ 10 വർഷമായിട്ട് ഡെങ്കി വ്യാപകമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മരണമുണ്ട് ഡെങ്കി. അവരും വളരെ ഇതായിട്ട് ഇപ്പം ഈ ഡെങ്കിയുടെ കാര്യം പറയുകയാണെങ്കിൽ കഴിഞ്ഞ 6 മാസം തന്നെ 1 കോടിയിലധികം കേസ് ലോകത്താകെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ചരിത്രത്തിൽ ആദ്യമായിട്ട് 46 ലക്ഷം കേസാണ് ലോകം മുഴുവൻ 80 രാജ്യങ്ങളിലധികമായിട്ട് റിപ്പോർട്ട് ചെയ്തത്. അപ്പോൾ ഇത് ലോകത്തെല്ലായിടത്തും ഉണ്ട്. അതും ഈ വർഷം പ്രത്യേകിച്ച് ഈ പകർച്ചവ്യാധികളുടെ വ്യാപനം വളരെ വലിയ തോതിൽ ലോകത്തെല്ലായിടത്തും ഉണ്ട്. കാലാവസ്ഥയിൽ വന്ന വലിയ മാറ്റങ്ങൾ, അത് കടുത്ത വരൾച്ചയും എക്സ്ട്രീം ക്ലൈമറ്റ്സ് ആയിരുന്നു. കടുത്ത വരൾച്ച ഒരു വശത്തും അതുപോലെ പ്രളയവും ഇപ്പം മിഡിൽ ഈസ്റ്റിൽ ഉൾപ്പെടെ നമുക്ക് അറിയാം. അപ്പോൾ അങ്ങനെ ആ ഒരു രീതിയിൽ കാലാവസ്ഥയിൽ വന്ന മാറ്റം കൊണ്ടും കൂടെയാണ് ഈ രീതിയിലുള്ള പകർച്ചവ്യാധികൾ വ്യാപിക്കുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കോവിഡ് ആണെങ്കിലും ശരി ഡെങ്കി ആണെങ്കിലും ഒക്കെ ശരി ചികിത്സിച്ചാൽ രക്ഷപ്പെടും എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് ഡെങ്കി ഇങ്ങനെ ജീവൻ തുടർച്ചയായി. നമുക്ക് കേരളത്തെ സംബന്ധിച്ചുള്ള ഇപ്പം കോവിഡിന്റെ കാര്യത്തിലൊക്കെ തന്നെ നമുക്കുള്ള ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്തായിരുന്നു വെച്ചാൽ നമ്മുടെ ഈ ആരോഗ്യ സംവിധാനം അത് അലേർട്ട് മാത്രമല്ല, നമുക്ക് ഇത്രയും ഹോസ്പിറ്റൽ ബെഡ്സും ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ്സും ഇത്രയും ഹെൽത്ത് മാൻ പവറും ലോകത്തൊരിടത്തും ഇല്ലാത്ത രീതിയിലുള്ള ഒരു സംവിധാനം, അതൊരു നമുക്കൊരു ഭാഗ്യം തന്നെ എന്ന് പറയേണ്ടി വരും. ആ രീതിയിൽ കാലങ്ങളായിട്ട് വന്ന ഓരോ നടപടികളുടെ ഒക്കെ ഭാഗമായിട്ട് ഇത്രയും സ്വകാര്യ ആശുപത്രികളും ഇത്രയും സർക്കാർ ആശുപത്രി സംവിധാനവും ആരോഗ്യ പ്രവർത്തകരും ഫീൽഡ് ആരോഗ്യ പ്രവർത്തകരും ഒക്കെ ഉള്ള ഒരു സംവിധാനം. ഇപ്പം നമുക്കറിയാം കോവിഡിൻ്റെ ആദ്യഘട്ടത്തിലൊക്കെ ആദ്യത്തെ ആ വേവ്സിലൊക്കെ പാശ്ചാത്യ രാജ്യങ്ങൾ ഉൾപ്പെടെ മരണനിരക്ക് 18-20% വരെ ഇറ്റലിയിലും ഫ്രാൻസിലൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്തും നമുക്ക് 1% താഴെയോ അല്ലെങ്കിൽ 1% ഒക്കെ ആയിട്ടായിരുന്നു പിടിച്ചു നിർത്താൻ കഴിയും. ഇനി വളരെ വലിയ തോതിൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ പോലും നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുമായിരുന്നു. നമ്മുടെ ആരോഗ്യ സംവിധാനത്തിൻ്റെ ആ ഒരു ശേഷി ആ രീതിയിലുണ്ട്. അപ്പം അത് പക്ഷേ ഇനിയിപ്പോൾ വേണ്ടത് ഇതുപോലത്തെ പകർച്ചവ്യാധികളുടെ കാര്യത്തിൽ പുതിയ പകർച്ചവ്യാധികളുടെ കാര്യത്തിൽ കൂടുതൽ ഗവേഷണങ്ങൾ, നേരത്തെ ഡോക്ടർ ആലൊക്കെ സൂചിപ്പിച്ചതുപോലെ കൂടുതൽ ഗവേഷണങ്ങൾ ഉണ്ടാവണം. അതിന് വേണ്ടിയിട്ട് കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമുണ്ട്. നമുക്ക് ആരോഗ്യ പ്രവർത്തകരുണ്ട്, ഗവേഷകരുണ്ട്, അതിനുള്ള സ്ഥാപനങ്ങളുണ്ട്. അതിനെ കൂടുതൽ ശക്തിപ്പെടുത്തുകയും കൂടുതൽ ഗവേഷണങ്ങൾ ഉണ്ടാവുകയും ഇപ്പം മരുന്നുകൾ വികസിപ്പിക്കാനായിട്ടൊക്കെ തന്നെ പുതിയ ഒരുപാട് ടെക്നോളജികളുണ്ട്. നേരത്തെ പറഞ്ഞ മറ്റൊരു കാര്യം, ഇപ്പോൾ കോവിഡിൻ്റെ കാര്യത്തിൽ നമുക്ക് വൈറസിനെ ഐഡൻറ്റിഫൈ ചെയ്ത് 1 മാസത്തിനുള്ളിൽ അതിൻ്റെ വാക്സിൻ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞു. mRNA വാക്സിനും അത് ആക്ച്വലി എബോളയ്ക്ക് വേണ്ടിയിട്ട് രൂപപ്പെടുത്തിക്കൊണ്ടിരുന്ന ഒരു വാക്സിൻ സാങ്കേതിക വിദ്യ നമുക്ക് കോവിഡിന് വേണ്ടിയിട്ട് അത് രൂപാന്തരപ്പെടുത്തിയെടുത്തു. അതുപോലെ തന്നെ കോവിഷീൽഡ് വാക്സിൻ നമുക്കിവിടെ ഓക്സ്ഫോർഡ് വാക്സിൻ നമുക്കറിയാം. ഇതെല്ലാം തന്നെ ഒരു മാസത്തിനുള്ളിൽ 1-1.5 മാസങ്ങൾക്കുള്ളിൽ ഡെവലപ്പ് ചെയ്ത് ഈ കോവിഡ് വൈറസിനെ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതുപോലെ നമുക്ക് പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് തീർച്ചയായിട്ടും ഇത്തരം റയർ ഡിസീസിനെ ഇപ്പം ആഗോളതരത്തിലുള്ള നേരത്തെ ശ്രീ SSL പറഞ്ഞതുപോലെ ഈ പറയുന്ന വികസ്വര രാജ്യങ്ങളെ ബാധിക്കുന്നു എന്നുള്ളത് കൊണ്ടാണോ? തീർച്ചയായിട്ടും അതൊരു ഈ ട്രോപ്പിക്കൽ ഡിസീസ്, നെഗ്ലക്റ്റഡ് ട്രോപ്പിക്കൽ ഡിസീസ് എന്ന് പറഞ്ഞിട്ട് ബഹുഭൂരിപക്ഷം വികസ്വര രാജ്യങ്ങൾ പിന്നോക്ക രാജ്യങ്ങളൊക്കെ ആയതുകൊണ്ട് വികസിത രാജ്യങ്ങൾ ഇതിനെ ഒരു അവഗണിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനെതിരായിട്ടുള്ള കൂട്ടായ്മകളും ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ഗാവി പോലുള്ള കൂട്ടായ്മകളൊക്കെ ഉണ്ട്. അതുപോലെ ഇപ്പം ഇന്ത്യ ഉൾപ്പെടെയുള്ള പങ്കുചേർന്നിട്ടുള്ള ഇനിഷ്യേറ്റീവ്സ് നമ്മൾ കോവിഡിന്റെ കാര്യത്തിലൊക്കെ ആണെങ്കിൽ ഇന്ത്യ തന്നെ വലിയ തോതിൽ മുന്നോട്ട് പോയിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ സാങ്കേതിക പുരോഗതി ഒക്കെ തന്നെ അതിൽ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ ഇക്കാര്യത്തിലും നമുക്ക് കൂടുതൽ ഗവേഷണങ്ങൾ ആവശ്യമുണ്ട്. നമ്മുടെ ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങളെയൊക്കെ തന്നെ ആ രീതിയിൽ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. ICMR-ഉം NIV-യും അതുപോലെ കേരളത്തിലെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടും ഒക്കെ തന്നെ ആ രീതിയിൽ എക്വിപ്പ് ചെയ്യുകയും നമ്മുടെ രോഗനിരീക്ഷണ സംവിധാനവും ആ രീതിയിൽ മെച്ചപ്പെടുത്തേണ്ടതുണ്ട്. ഇപ്പോൾ തന്നെ